ഇതിന് പ്രത്യേക പ്രാർത്ഥനകൾ സഭ നൽകിയിട്ടുണ്ടോ? സഭയിൽ ഭൂതോച്ചാടന പ്രാർത്ഥനയുണ്ട്. അത് എക്സോർസിസം നടത്തുന്ന അച്ഛന് മാത്രമേ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതിന് നമ്മൾ സഭയിൽ പറയുന്നത് സോളം സാക്രമെൻ്റൽ, മോസ്റ്റ് സോളം സാക്രമെൻ്റലാണ് ഈ എക്സോർസിസം പ്രാർത്ഥന. അതായത് കൂദാശ അനുകരണം. കൂദാശ അനുകരണത്തിൽ വീട് വെഞ്ചരിപ്പ് ഒരു കൂദാശ അനുകരണമാണ്. പക്ഷേ അതൊക്കെ സാധാരണ കൂദാശ അനുകരണങ്ങളാണ്. ഇതൊരു അസാധാരണമായ ആഘോഷമായ ഒരു കൂദാശ അനുകരണമാണ്. ദിസ് ഈസ് മോസ്റ്റ് സോളം സാക്രമെൻ്റൽ ഇൻ ദ കാത്തലിക് ചർച്ച്. ആ ഒരു പ്രാർത്ഥന ചെല്ലാനായിട്ട് ഒരു വൈദികന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വൈദികനെ മാത്രമേ എക്സോസിസായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുള്ളൂ. അൽമായർക്ക് സാധിക്കില്ല. അൽമായർ എക്സോസിസം പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവർ പ്രൈവറ്റ് എക്സോസിസ്റ്റാണ്. എന്തെങ്കിലും കോൺസിക്വൻസോ അല്ലെങ്കിൽ തിക്തഫലങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ സഭ അതിന് ഉത്തരവാദിത്വം വഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങളോ നാശങ്ങളോ ഒക്കെ സംഭവിക്കാം. ഈ വ്യക്തികളിൽ, സ്വീകരിക്കുന്ന വ്യക്തികളിലും ഉണ്ടാകാം, ഈ നടത്തുന്ന വ്യക്തികളിലും ഉണ്ടാകാം. അങ്ങനെ പലരൊക്കെ ഈ ഭൂതോച്ചാടനമൊക്കെ നടത്തി ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു പോയവരുണ്ട്. കേരളത്തിലും കുറേ ബ്രദേഴ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, സിസ്റ്റേഴ്സും മരിച്ചു പോയിട്ടുണ്ട് കരിസ്മാറ്റിക് ഫീൽഡിൽ തന്നെ. അവരൊക്കെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഭൂതോച്ചാടനം നടത്തുന്നവരാണ്. ഈ പെന്തക്കോസ്ത് സഭകളിലും അതുപോലെ തന്നെ പ്രോട്ടസ്റ്റന്റ് സഭകളിലൊക്കെ പാസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഉയർത്തി പ്രാർത്ഥിച്ച് പിശാചിനെ ബഹിഷ്കരിക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലരുടെയും മക്കൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, ഇവർക്ക് തന്നെ ഭയങ്കര പീഡകളുണ്ടാകുന്നു. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. കാത്തലിക് എക്സോസിസ്റ്റ് ആണെങ്കിൽ സഭയിൽ നിന്ന് അധികാരം സ്വീകരിച്ചു, ക്രിസ്തുവിൻ്റെ അധികാരം എടുത്ത് ഉപയോഗിക്കുന്നു, ഒരു മെത്രാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആ അവസ്ഥയിൽ 0 ലെവലിലുള്ള കോൺസിക്വൻസേ ഉണ്ടാകുന്നുള്ളൂ. സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയിലും കൊടുക്കുന്ന വ്യക്തിയിലും പിശാചിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം സഭയ്ക്കെതിരായിട്ട് പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-19 ബന്ധിക്കാൻ ബഹിഷ്കരിക്കാനുള്ള അധികാരം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. സഭ ആ അധികാരം ഒരു വൈദികനെ ഏൽപ്പിക്കുന്നു. സഭയ്ക്കെതിരെ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവും സഭയുമാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുന്നത്.